ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ ഇന്ന് ഞാനിപ്പോൾ അജിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ എല്ലാ ഫ്രണ്ട്സുമാരുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഞാനൊരു കൊച്ചു വീഡിയോസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ അജിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലത്തിൽ തെയ്യമുണ്ട്. അപ്പോൾ തെയ്യം കാണും. അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ രാത്രി ഫുഡ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ശേഷം നമ്മൾ തെയ്യം കാണും. അപ്പോൾ തെയ്യത്തിന് കൊച്ചു കൊച്ചു വ്യൂസെല്ലാം എടുത്തിട്ട് ഇല്ലിടാം സെറ്റ്. അപ്പോൾ എപ്പോഴും പറയുന്ന മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഓടിക്കാം. അതുപോലെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറം ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ടപ്പ് ടൺ 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 പറഞ്ഞാൽ എൻ്റെ വീഡിയോസിൽ വരും. അപ്പോൾ കാണാം. ഇതാ ആടുന്നാന്ന് പോകേണ്ടത് ആളെല്ലാം കണ്ടോ. ആടെ അത് കമ്മ്യൂണിറ്റി ഹാളാണ്. ആടുന്നാന്ന് ഭക്ഷണം കൊടുക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ പോകുന്നത്. രജിത ഉണ്ട്, അജിത ഉണ്ട്, രേഷ്മ ഉണ്ട്, അനിത ഉണ്ട്, നമ്മളെ ഷാരി ഉണ്ട്. നമ്മൾ എല്ലാവരും ഇടാനുണ്ട്. ഗൈസ് എന്താ ഇടുന്നാന്ന്, ഇതാണ് കമ്മ്യൂണിറ്റി ഹാൾ. ആടുതാണ് സദ്യ. അവിടെ ഭയങ്കര രഷുണ്ട്. അവിടെ പോയിട്ട് കഴിക്കണം. ബൊഫേ ആണെന്ന് തോന്നുന്നു ഗൈസ്. വണ്ടിയെല്ലാം പോകുന്നുണ്ട്. ഞാനുണ്ട്. ഹായ്, നമ്മൾ അനിക്കുട്ടി ആമക്കോയിൽ അല്ല ആമക്കോളം. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഫുഡ്. ഫുഡിൽ പറഞ്ഞാൽ സംഭവം സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, വെണ്ടക്ക വറവുണ്ട്, കൂട്ടുകറിയുണ്ട്. സോറി ഗൈസ്, പയറ് പറവാതെ അനിയുണ്ട്, രജിതയുണ്ട്, അജിയുണ്ട്, ഷാരു ഉണ്ട്. പോട്ടെ, ഇത് രേഷ്മയുണ്ട്, ഞാനും ഉണ്ട്. എല്ലാവർക്കും വെച്ചിട്ടായി ഗൈസ്. ഇതാ കണ്ടോ, രേഷ്മ ഇങ്ങനെ കൊച്ചു വെച്ചിന് മതിയാക്കി. ക്യാരറ്റ് മാറ്റണേ. ക്യാരറ്റ് ഇതാ, ചോറ് അരിതന്റെ ചോറ് ഇതാ ഇത്ര പറ്റില്ല. ക്യാരറ്റ് എനിക്കാ ഇട്ടു. വെരി ഗുഡ്. അജിതന്റെ പ്ലേറ്റും കാലിയാണ്. ശാരികന്റെ പ്ലേറ്റ് ഇതാ നോക്കി ഇങ്ങനെ. എൻ്റെ പ്ലേറ്റ് ഫുൾ കാലി. ഇതിപ്പോ അനിത തന്നതുകൊണ്ട് ഈ ക്യാരറ്റ് എൻ്റെ പ്ലേറ്റിലുണ്ട്. കാണിച്ചു അതാണ് പൊച്ചിട്ട് വെച്ചിരിക്കും. ഗൈസ് ഭക്ഷണം കഴിച്ചു. ഭയങ്കര ക്ഷണിച്ചു. ഞങ്ങൾ തെയ്യത്തിൻ്റെ അവിടെ പോകുന്നത്. ഇപ്പോൾ ചോറ് വെച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഇപ്പോൾ തെയ്യം നോക്കാൻ പറ്റും. അത് കുറച്ച് നടക്കണം. കുറച്ചുകൂടി നടന്നിട്ട് പോകണം അങ്ങോട്ടേക്ക്. നമ്മളെല്ലാവരും കയറി എടാ എവിടെ പോകും? വീട്ടിലേക്കാ പോകുന്നു. തെയ്യം നോക്കാൻ പോകുന്നല്ലേ പറഞ്ഞു. അജിന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ആടുന്ന് നമ്മ തെയ്യത്തിന്റെ അടുത്ത് പോകും. ഇവിടെല്ലാം ചന്തയുണ്ട്. മുട്ട ആംപ്ലേറ്റ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, സ്റ്റോൾസ് എല്ലാം ഉണ്ട്. സോമേശ്വരിയുടെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഇത്ര രക്ഷയുണ്ട്. എത്ര രക്ഷയുണ്ട് തിരക്ക് ഗൈസ്. അവിടെ ഉള്ളിൽ രക്ഷയായതുകൊണ്ട് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ നമുക്ക് തെയ്യെല്ലാം കാണാൻ പറ്റും. അത്രയ്ക്ക് തിരക്കുണ്ട് ഇടാം. ഫുൾ തിരക്ക് ഗൈസ്. ഇപ്പോൾ ഈ തെയ്യാന്ന് നടക്കുന്നത്. ഇത് ഞാൻ സ്ക്രീനിന്നാണ് എടുക്കുന്നത്. ഞാൻ ഈ തെയ്യത്തിൻ്റെ പേരിൻ്റെ വീരൻ തെയ്യം തോന്നുന്നു. അറിയാതെ ഏത് വീരൻ തെയ്യം തോന്നുന്നു. ഫുൾ രക്ഷാണ് ഗൈസ്. ആക്കണ്ടോ, നിറച്ചും ആൾ കൂട്ടമുണ്ട്. അമ്പലത്തിലേക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്ക്രീനിന്നാണ് എടുക്കുന്നത്. ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. എന്താ പറ, എനിക്ക് ഭാഗത്തുനിന്ന് അജിക്ക് വേണ്ട ഗൈസ്. ഒക്കെ എപ്പോഴും ജലദോഷം, മാറാത്ത ജലദോഷം.
അതൊരു ഭാഗത്തെ കഴിക്കാത്തോണ്ട്
രാവിലെ 6 മണിയായി. നമ്മൾ ഇടുന്ന തയ്യത്തിൻ്റെ കുറേ തയ്യൽ കണ്ടു. ഞാൻ ആദ്യമായിട്ട് ഇതെല്ലാം കാണുന്നു അല്ലേ. അതിൽ ഷാരു ഇപ്പോൾ അങ്ങോട്ട് പോയി, രജിത അപ്പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ തെയ്യം കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ അജീൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ദേശം ബാക്കിന് ഹായ് അല്ല. അപ്പോൾ ഹായ് എല്ലാവരും ഉണ്ട്. രജിത എല്ലാവരും ഉണ്ട്, അനീതയുണ്ട്. യെസ്, രേഷ്മ മാഡം ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ ഇപ്പോൾ അവിടെ എല്ലാം കാലിയായി. ഇങ്ങനെ പോകുന്നതാണ് ഗൈസ് അജീൻ്റെ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ 10 മണിക്ക് ശേഷം വരും തെയ്യം. നമ്മൾ ഇപ്പോൾ അജീൻ്റെ വീട്ടിലേക്ക് പോലെ തെയ്യം കഴിഞ്ഞിട്ട്. തെയ്യം ഇപ്പോൾ രാവിലത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഒരു 10 മണിക്ക് ശേഷം ആദ്യം തെയ്യം നോക്കാൻ വേണ്ടി പോകും. ഇപ്പോൾ അജിൻ്റെ വീട്ടിലേക്ക് എത്തി ഗൈസ്. അജി ഗേറ്റ് എല്ലാം തുറന്നിട്ട് എല്ലാം പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ അജിൻ്റെ വീട്ടിലേക്ക് എത്തി. ഭയങ്കര ക്ഷീണം. എന്നെ കുറച്ച് കിടക്കട്ടെ. അതിന് നമ്മൾ ഒരു 10 മണിക്ക് എണീച്ചിട്ട് ശേഷം പോയിട്ട് പിന്നെ ബാക്കിയുള്ള തെയ്യം ഉച്ചക്കത്തിലെ ഫുഡും എല്ലാം കഴിക്കും. ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ ശേഷം ഇപ്പോൾ 10 മണിക്കെല്ലാം എണീച്ചിട്ട് ഇപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് അജി അപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണണ്ടേ? ജസ്റ്റ് വെയിറ്റ്. ഗൈസ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ പുട്ടുണ്ട്, ചെറുപയർ കറിയുണ്ട്, പിന്നെ കൂട്ടരിയുണ്ട്. നല്ല ചായ ചെറുതായിപ്പോയി ഗൈസ്. നിങ്ങൾക്കറിയാലോ എൻ്റെ ചായ ഒരു പട്ട ചായ കുടിക്കുന്ന ആളാണ് ഞാൻ. അതിന് കുറിച്ച് അജി എനിക്ക് തരുന്നത് എപ്പോഴും കുഞ്ഞു ഗ്ലാസ്സിലാണ്. എന്നാലും അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ അതാ രേഷ്മയുടെ ചായ കുടിക്കുന്നുണ്ട്. ഉള്ളെല്ലാം സുന്ദരി കുട്ടിയായിട്ട് കുളിച്ചിട്ടാ, കുളിക്കാതെ സുന്ദരി കുട്ടിയാണ് ഉള്ളു. അതിന് നല്ല കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. നല്ല നാടൻ വേഷം. അവരെല്ലാം തുടങ്ങി ഗൈസ്. ഇതൊക്കെ ഉണ്ടോ? ഞാൻ എടാ നീ ഹൈ ആക്കിയത് കണ്ടിട്ടാ. യെസ്, അജിയും കുളിച്ചിട്ട് സുന്ദരി. അജി പാവം റെസ്റ്റ് എടുത്തിട്ടാ. അജി വന്നപ്പോഴേ ഉണ്ട് ഓരോന്നോ പണി എടുത്തോണ്ടിരിക്കുന്നത്. ഇവൾ തന്നെ കുംഭക്കറിൻ്റെ പോലെ ഉറങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. ഓളെ വിചാരിക്കാം. ഞാൻ പിന്നല്ലേ കുറച്ചേ ഉറങ്ങി. ഞങ്ങൾക്ക് ചുമച്ചിട്ടില്ല, ഒന്നും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിട്ടാ. അങ്ങനെ അപ്പോൾ ഗൈസ്, അപ്പം ഞാനില്ലേ പുട്ടും ചെറുപയർ കഴിക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പുട്ട് നോക്കട്ടെ. എൻ്റെ പോലെ തന്നെ വലിയ പുട്ടാന്ന് എനിക്ക് തന്നില്ല. എൻ്റെ സൈസും കണ്ടിട്ട് ഞാൻ നോക്കട്ടെ. ഉള്ള പുട്ടും ചെറുപയർ. പൊതുവെ നല്ല കുക്കിംഗ് ആണ്. ഫുഡെല്ലാം നല്ല അടിപൊളി വെക്കൂട്ടുള്ളൂ. നല്ല ഫുഡ് വെക്കല്. ഇവിടെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ് കുറഞ്ഞു പോയാ? ചെറുപയർ കഴിക്കും, കുറച്ച് ഉപ്പ് കുറവുണ്ട് കഴിക്കണം. എന്നാലും കുറച്ച് ഉപ്പ് കുറവുണ്ട് കഴിച്ചു. പ്രശ്നമൊന്നുമില്ല. ഞാൻ പാണ്ട്
എന്നാലോട് ഇങ്ങനെ ആക്കിയില്ലേ അതന്നെ വലിയ കാര്യം. അടിപൊളി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കുളിച്ചിട്ടില്ല, റെഡി ആയിട്ട്. പിന്നെ ഇപ്പോൾ രേഷ്മ വരാനുണ്ട്, ഓൾ വീട്ടിൽ പോയിട്ടുണ്ട് ഡ്രസ്സ് ചെയ്യാൻ ഇതാക്കാൻ വേണ്ടി. അജി ഉള്ളിൽ എന്തോ വർക്കില്ല എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ തെയ്യത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഇപ്പോൾ ഫുഡ് ഉണ്ട് ഉച്ചക്കത്തെ, ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ തെയ്യം നോക്കാൻ വേണ്ടി പോകും. പിന്നെ അതാ ഇവിടെ അജിൻ്റെ മക്കൾസ് ഉണ്ട്, ഷാരൂൻ്റെ മക്കൾസും ഉണ്ട്. ഇത് അജി മണങ്ങ് കുറച്ച് മണങ്ങണേ. അതാ അജി താടിയുണ്ട്. അങ്ങനെ നമ്മളുടെ റെഡി ആയിട്ട് കീഞ്ഞിട്ട് നിൽക്കുന്നത് ഗൈസ്. എനിക്ക് അടുത്ത കുറേ ഒരു സാരി ഇട്ട തെയ്യം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കാണണം. 3 തെയ്യവും ഇന്നലെ രാഹുലിന് നമ്മൾ കണ്ടതെന്നല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഞാൻ വീഡിയോസ് എല്ലാം കാണിച്ചത് അഭിപ്രായം പറയാം ഗൈസ്. ഇത് ചോറ് വയ്ക്കേണ്ട ക്യൂ ആണ്. ഇത്ര ഫുൾ റോഡിന് പുറത്ത് വരാമെന്ന് ക്യൂ കാണുന്നത്. ഇത് നമ്മുടെ പിള്ളേഴ്സ് ഇവിടെ വീഡിയോ ഷൂട്ട്, ഫോട്ടോഷൂട്ട് അതിൻ്റെ അപ്പുറം അനിയും നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ത്രിമൂർത്തികളാണ്. ഹലോ ഗൈസ്, ഹായ് ആക്കിയേ. ഹായ്. ചോറ് വയ്ക്കുന്ന ക്യൂ ആണ്, ഫുൾ റഷാണ്. ഉച്ചക്കയുടെ അമ്പലത്തിലാണ് ചോറ്. കറി പറഞ്ഞാൽ സാമ്പാറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പരക്കുണ്ട്, അച്ചാറുണ്ട്. ഇതാ അനീത, അജി, രേഷ്മ, രഗിത എല്ലാവരും ഉണ്ട്. എല്ലാവരും ചോറ് വയ്ക്കുന്നുണ്ട്. ഓക്കെ, വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര തിരക്കാണ്, പിന്നെ ചൂടും. അതെ, ഞാൻ ചോറ് വയ്ക്കട്ടെ ഗൈസ്. ചോറ് വഹിച്ചിട്ട് വന്നു, ഭയങ്കര ക്ഷീണം. തെയ്യത്തിന് ആദ്യം ഫസ്റ്റ് അമ്പലത്തിൽ പോയി തെയ്യത്തിന് തോന്നിയിട്ട് വന്നിട്ട് ശേഷം നേരെ ചോറ് വയ്ക്കാൻ പോയി. ചോറ് വയ്ക്കുന്ന അടുത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു. ക്യൂ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ചോറ് വഹിച്ചു. ഇപ്പം തിരിച്ചിട വന്നു. വയ്യ, ചൂടെടുത്തിട്ട് ഒന്നും കഴിഞ്ഞില്ല. ഇതിനാണ് ഒരു ഐസ്ക്രീം സ്റ്റോളുണ്ട്. ഒരാൾ നമുക്ക് ഓഫർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു ചൊക്കപ്പറെല്ലാം കഴിക്കും. ഗൈസ്, രജിതന്റെ വകയിൽ ഐസ്ക്രീം എല്ലാം കിട്ടി. ഐസ്ക്രീം കിട്ടുന്നത് ഹായ് ഗൈസ്. തെയ്യം കഴിഞ്ഞപ്പാട്ട് ഞങ്ങൾ അജീൻ്റെ വീട്ടിൽ വന്നു. അടുത്ത സമയം പിന്നെ വേഗം ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ നമ്മളൊരു മാഡത്തിൻ്റെ അനിയത്തിൻ്റെ മോൾ ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ കുഞ്ഞിനെ നോക്കാൻ പോയി. അടുത്ത് വേഗം ഇനി എന്നാ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോഴേക്ക് എൻ്റെ ബസ് വന്നിട്ടുണ്ടായി. സീറ്റൊന്നും കിട്ടിയില്ല. വേഗം കയറിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. 5 മണിയാകുമ്പോഴേക്ക് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ട് ശേഷം ഞാൻ ഫുൾ ടയേർഡായിപ്പോയി. ഞാനില്ല, ഉറങ്ങിപ്പോയി. പിന്നെ ഉറങ്ങിയിട്ട് പിന്നെ എണീച്ചു, ഫ്രഷായി എല്ലാം ആയിട്ടാകുമ്പോൾ ശേഷമാണ് പിന്നെ ഇപ്പോൾ ബൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ബൈൻഡപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ 2 ദിവസം, അതായത് ഇന്നലെ രാത്രി എടുക്കുന്നത്, ഇന്നലെ രാത്രിയും ഇന്ന് ഫുൾ ദിവസം എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു. കുറേ തെയ്യംസ് എല്ലാം കണ്ടു. ഞാൻ ഈ തെയ്യമൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇതുവരെ, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു തെയ്യം. പിന്നെ അവർ അജീൻ്റെ വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് എല്ലാം എൻജോയ് ചെയ്തു. അങ്ങനെ അടിച്ചു പൊളിച്ചു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ. അപ്പോൾ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായിട്ട് ചെയ്യാം. പിന്നെ തൊട്ടപ്പുറം ബെല്ലൈക്കനിൽ അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ. നിങ്ങൾക്ക് നോക്കാൻ ബോറാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളൂ. അതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബൈ.